കുടുംബജീവിതം എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് കുടുംബത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കുടുംബജീവിതം എന്നുള്ളത് ദൈവം മനുഷ്യനെ ഏൽപ്പിക്കുന്ന ഒരു മുന്തിരിത്തോട്ടമായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യഹോവയായ ദൈവം മനുഷ്യനെ ഏദനിൽ കൂട്ടിക്കൊണ്ടുപോയി ആ തോട്ടത്തെ സൂക്ഷിപ്പാനും അതിനെ പരിപാലിക്കുവാനും വേണ്ടി ദൈവം അവിടെ ആ തോട്ടത്തിൽ അവരെ ആക്കിയെ ആദം ഹവ്വ ദമ്പതികളെ ആക്കിയെന്ന് പറയുന്നുണ്ട്. ഏദൻ തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമായിരുന്നു ആദ്യ കുടുംബാംഗങ്ങളായ ആദം ഹവ്വ ദമ്പതികളെങ്കിൽ ഈ ഭൂമിയിൽ സംജാതമാകുന്ന ഓരോ കുടുംബവും ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ വേലക്കാരായിട്ടാണ് ഓരോ കുടുംബജീവിതത്തിലൂടെയും ഭാര്യ ഭർത്താക്കന്മാരെ ദൈവം വിളിക്കുന്നത്. മുന്തിരിത്തോട്ടം നമുക്കെല്ലാവർക്കും അറിയാം. മുന്തിരിത്തോട്ടത്തിൻ്റെ അത് ആരംഭിക്കുന്നത് അതിൻ്റെ വിത്തുകൾ പാകി ആ മുന്തിരി മുളച്ച് വരുമ്പോൾ അതിന് അതത് സമയത്ത് നമ്മൾ ആവശ്യമായ വളം കൊടുക്കണം, ജലമൊഴിച്ച് അതിനെ വളർത്തണം. ഒരുപക്ഷെ ചിലപ്പോൾ കളകൾ അതിൻ്റെ ഇടയ്ക്ക് വന്നേക്കാം, ചെടികൾ ആവശ്യമില്ലാത്ത ചെടികളുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന ഈ കുടുംബജീവിതം, ഈ മുന്തിരിത്തോട്ടമാകുന്ന നമ്മുടെ കുടുംബജീവിതത്തെ പരിചരിക്കുക എന്നുള്ളതാണ് ഭാര്യയും ഭർത്താവിൻ്റെയും ദൗത്യം. അങ്ങനെ ചെയ്യുമ്പോൾ അത് വളരേണ്ടതിന് ആവശ്യമായിട്ടുള്ള ജലം കൊടുക്കണം, വളം കൊടുക്കണം, ആഹാര സാധനങ്ങൾ കൊടുക്കുക നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഇതിനകത്ത് ചിലപ്പോൾ കുടുംബജീവിതത്തിൽ ചില കളകൾ കയറി വരും. ഈ കളകളെ ആ സമയത്ത് ഇതിനെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ നമുക്ക് ഈ മുന്തിരിത്തോട്ടത്തിന് വളർച്ചയെ ബാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില ചിന്തകൾ, വേണ്ടാത്ത ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് അതിനെ മാറ്റിയിട്ട് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ പരിപാലനത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും മാറ്റി നമ്മുടെ മുന്തിരിത്തോട്ടത്തെ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അങ്ങനെ നമ്മൾ അതത് സമയത്ത് തക്ക സമയത്ത് നമ്മൾ ഇതിന് വളവും ജലവും കൊടുത്ത് പോകുമ്പോൾ അത് വളർന്നു വരും. ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള ചില ശിഖരങ്ങൾ പോകുന്നെങ്കിൽ അത് വെട്ടിക്കളയും. അങ്ങനെ ഏറ്റവും ഓരോ സമയവും ഈ മുന്തിരിത്തോട്ടെ പരിപാലിക്കുമ്പോൾ അത് നന്നായിട്ട് പരിപാലിക്കുമ്പോൾ മാത്രമാണ് നല്ല ഫലമുണ്ടാകുന്നത്. ഒരുപക്ഷെ നമ്മൾ ഓരോ മനുഷ്യരും ഒരു മുളക് ചെടിയോ ഒരു റോസാ ചെടിയോ ഒക്കെ നടുമ്പോൾ നടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്തൊരു ആഗ്രഹമുണ്ട്, ഇതിനകത്തുനിന്ന് എനിക്കൊരു കുറച്ച് മുളക് കിട്ടുമെന്നുള്ളതാണ്. ഒരു റോസാ ചെടി നടുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പൂവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ആദ്യത്തെ പൂവ് ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അതുപോലെ മുന്തിരിത്തോട്ടമാകുന്ന ഈ കുടുംബജീവിതത്തിൽ നമ്മൾ അത് നന്നായിട്ട് പരിപാലിച്ച് നല്ല ഫലം ഉണ്ടാകുമ്പോൾ സ്വർഗത ദൈവം സന്തോഷിക്കും. കുടുംബജീവിതം ഫലമുള്ള ജീവിതമായി തീരണം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ മുന്തിരിത്തോട്ടമാകുന്ന ജീവിതത്തെ ഓരോ ദിവസവും പരിപാലിച്ച് അതിന് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ നൽകി നമ്മൾ കാക്കേണ്ടത് അത് ഏറ്റവും വലിയ ഒരു അത്യാവശ്യമാണ്. അതിനകത്ത് ഭാര്യ ഭർത്തൃ ബന്ധമായാലും തലമുറകളുടെ ആവശ്യമായാലും എല്ലാവരും കൂട്ടായിട്ട് അതിനെ പരിപാലിക്കുമ്പോൾ ഒരു നല്ല മുന്തിരിത്തോട്ടത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ഓരോ കർഷകനും അല്ലെങ്കിൽ വേലക്കാരനും അതിലുണ്ടാകുന്ന ഫലം വരുമ്പോഴാണ് സന്തോഷിക്കുന്നത് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മുന്തിരിത്തോട്ടത്തിൽ നമ്മൾ ഫലമുണ്ടാകുമ്പോൾ അതിന് മുന്തിരികൾ നമ്മൾ ആദ്യത്തെ സമയത്ത് ഒരു ചെറിയ പുളിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ അത് ഫലപ്രദമായി അതിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് നമ്മുടെ മധുരം നമുക്ക് ലഭിക്കും. ആ മധുരം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടാത്ത നമ്മളതിൻ്റെ തൊലിയും കുരുവൊക്കെ നമ്മൾ തുപ്പിക്കളയും, മധുരം മാത്രം ഇറക്കും. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ നല്ല അംശങ്ങൾ നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ കുടുംബജീവിതത്തിനെ അസ്വസ്ഥമാക്കുന്ന അല്ലെങ്കിൽ കയ്പ് പകർത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളഞ്ഞിട്ട് ഒരു മുന്തിരിത്തോട്ടത്തെ പരിപാലിക്കുന്ന അതിൻ്റെ കാവൽക്കാരെ പോലെ നമ്മുടെ കുടുംബജീവിതമാകുന്ന മുന്തിരിത്തോട്ടത്തെ പരിപാലിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ കുടുംബജീവിതം അന്വർത്ഥമായി തീരുന്നത്, മറ്റുള്ളവർക്ക് മധുരമുള്ളതായി തീരുന്നത്, തണൽ പകരുന്നത്. അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുവാൻ എല്ലാവരും ദൈവം സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും
സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.